ശബരിമലയിൽ നിന്ന് കാണാതായെന്ന് സ്പോൺസർ ആരോപിച്ച ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നു തന്നെയാണ് ഈ പീഠം കണ്ടെത്തിയത്. സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. എ.വി. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നേരത്തെ വലിയ വിവാദമായതാണ് ഈ പീഠം കാണുന്നില്ല എന്ന പരാതി, അതും സ്പോൺസർ തന്നെ പറയുന്നു. ഇപ്പോൾ ആ സ്പോൺസറിന്റെ ബന്ധുവീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ എന്താണ് നമുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകാൻ പോവുകയാണല്ലോ. പ്രജിൻ, ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കയറി ഏറെ വിവാദമായ സംഭവമാണ്. ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിൽ വരെ ആയൊരു വിഷയത്തിലാണ് ഇപ്പോൾ എന്തായാലും ദേവസ്വം വിജിലൻസ് വലിയൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ വെഞ്ഞാറമ്മൂട്ടിലെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് നിലവിൽ ഈ സ്വർണ്ണപ്പീഠം കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് കണ്ടെടുത്തത്. നിലവിൽ ഈ സ്വർണ്ണപ്പീഠം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ സ്റ്റോർ റൂമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് പറയുന്നത് ഇങ്ങനെയാണ്. 2021 മുതൽ ഈ സ്വർണ്ണപ്പീഠം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരനായ വാസുദേവന്റെ വീട്ടിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഹൈക്കോടതിയിൽ വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെ ഈ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണപ്പീഠം തിരികെ ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ 13-ന് വെഞ്ഞാറമ്മൂട്ട് സഹോദരിയുടെ വീട്ടിലേക്ക് ഈ സ്വർണ്ണപ്പീഠം കൊണ്ടുവന്ന് എത്തിക്കുന്നു. അതാണ് ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അവർക്ക് തോന്നിയ ഉദ്യോഗസ്ഥർക്ക് തോന്നിയ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ജീവനക്കാരനെ ഇവർ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പീഠം തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതായും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ തിരികെ നൽകി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയത്. അതിനുശേഷം ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിൽ നിന്നും ഈ സ്വർണ്ണപ്പീഠം എന്തായാലും നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. വലിയ വിവാദങ്ങൾക്ക് ഒരു അവസാനം കുറിക്കുകയാണ്. ദേവസ്വം ബോർഡിന് വലിയ തലവേദനയായിരുന്നു ഈ സംഭവം സൃഷ്ടിച്ചിരുന്നത്. ദേവസ്വം ബോർഡ് കള്ളന്മാരാണെന്ന തരത്തിലുള്ള വ്യാഖ്യാനം വരെ പുറം ലോകത്തേക്ക് എത്തി. എന്തായാലും ആ സംഭവത്തിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഇത്തരത്തിൽ സ്വർണ്ണപ്പീഠം കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടൻ ഹൈക്കോടതിയിൽ കൊടുക്കും. ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പീഠം കാണാനില്ല ഉൾപ്പെടെയുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണങ്ങളിൽ വലിയ ദുരൂഹതയാണ് ദേവസ്വം വിജിലൻസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആരോപണം ഉയർത്തി ഇപ്പോൾ അതേ സ്പോൺസറുടെ വീട്ടിൽ നിന്നും ഈ പീഠം കണ്ടെത്തുമ്പോൾ എന്താണ് അതിന് പിന്നിൽ സംഭവിച്ച കാര്യങ്ങൾ? ഇതാണ് ഇനി വ്യക്തമാകേണ്ടത്. ആ അന്വേഷണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എ.വി. ജയശങ്കറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.